Good evening, everybody. Welcome back to Healthy Space YouTube channel once again. നമുക്കറിയാം, നമ്മൾ രാത്രി അധിക ആളുകളും ഇപ്പോൾ ഈ ഫുട്ബോൾ കളിയൊക്കെ നടക്കുന്നതുകൊണ്ട് സ്പോർട്സിന് ഒത്തിരി താല്പര്യമുള്ള ആളുകളാണ് നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ വളരെ ലേറ്റായിട്ടാണ് നമ്മൾ കിടന്നുറങ്ങുന്നത്. അതല്ലെങ്കിൽ രാത്രി കാലങ്ങളിൽ നാം ചെയ്യുന്നൊരു കാര്യം എന്ന് പറയുന്നത് മൊബൈൽ നോക്കിക്കൊണ്ടേയിരിക്കും. ഉറക്കം വന്നാലും നാം ഉറങ്ങില്ല. ഉറക്കം എന്ന് പറയുന്നത് നാം ഉണ്ടാക്കുന്നതല്ല. അത് ദൈവം തമ്പുരാൻ നമ്മുടെ ശരീരത്തിന്, നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നമുക്ക് തന്ന ഒരു അനുഗ്രഹമാണെന്ന് നാം മനസ്സിലാക്കുക. അതല്ലെങ്കിൽ നമ്മുടെ നാടുകളിൽ ഇപ്പോൾ കണ്ടുവരുന്ന ഒരു സ്ഥിതി എന്ന് പറയുന്നത് അധികം ഫങ്ഷനുകളും എന്ന് പറഞ്ഞാൽ മാരേജ് ഫങ്ഷൻ, അതല്ലെങ്കിൽ വീടിൻ്റെ ഹൗസ് വാമിങ്, അതുമല്ലെങ്കിൽ മറ്റു വിവിധ തരത്തിലുള്ള പാർട്ടികളെല്ലാം നടക്കുന്നത് രാത്രി കാലങ്ങളിലാണ്. രാത്രി കാലങ്ങളിൽ നടക്കുന്നത് കൊണ്ട് നാം സജീവമായി എല്ലാ ഫംഗ്ഷനിലും പങ്കെടുക്കുമല്ലോ. നമുക്കെല്ലാവർക്കും അറിയാം, രാത്രി കാലം എന്ന് പറയുന്നത് നമുക്ക് വിശ്രമിക്കാനുള്ളത് എന്ന് പറഞ്ഞാൽ ഉറങ്ങാനുള്ളത്, നിദ്രയുടെ സമയമാണ്. പകൽ സമയം എന്ന് പറയുന്നത് നമുക്ക് ജോലി ചെയ്യാനുള്ള സമയമാണ്. ഇത് അധിക ആളുകളും മറന്നു പോകുന്നു എന്നതാണ് യാഥാർത്ഥ്യം. നാം പങ്കെടുക്കുന്ന ഒത്തിരി രാത്രികളിൽ നടക്കുന്ന എല്ലാ ഫംഗ്ഷനുകളും നമ്മൾ താമസിച്ചുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. വിശന്നിട്ടാണോ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, താമസിച്ച് നാം ഹെവി ഫുഡ് കഴിക്കുന്നു എന്ന് പറഞ്ഞാൽ വയറ് നിറച്ച് സ്വാദിഷ്ടമായ ഭക്ഷണം കഴിക്കുന്നു. സമയം താമസിച്ചതുകൊണ്ട് രാത്രി സമയം താമസിച്ച് വരുമ്പോൾ നാം പെട്ടെന്ന് കിടക്കാനായിട്ട് ശ്രമിക്കും. 2 മണി, 2:30 മണി, 3 മണിക്കൊക്കെ അധികം ആളുകളും സ്പോർട്സ് ഫുട്ബോളൊക്കെ കണ്ടുകൊണ്ട് ഉറങ്ങാനായിട്ട് വരുന്നത്. ഈ സമയത്ത് ഹെവി ഫുഡ് കഴിച്ച് നാം പെട്ടെന്ന് ആ ദഹന പ്രക്രിയ നടക്കുന്ന സമയത്ത് തന്നെ ഉറങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ സംഭവിക്കുന്നത് എന്താ? ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖം നമുക്ക് വരാൻ ഏറെ ചാൻസ് കൂടുതലാണ്. നമ്പർ 2, രാത്രി കാലങ്ങളിൽ താമസിച്ച് ഭക്ഷണം കഴിക്കും. താമസിച്ച് ഭക്ഷണം കഴിക്കുക എന്ന് പറഞ്ഞാൽ ഒത്തിരി മധുരപലഹാരങ്ങളൊക്കെ നമ്മൾ ഫംഗ്ഷനിൽ പോയാൽ കഴിക്കും. അതുപോലെ തന്നെ ഫാസ്റ്റ് ഫുഡ്, ജങ്ക് ഫുഡ് പോലെയുള്ള ഭക്ഷണങ്ങളാണ് അധികവും ഫംഗ്ഷനുകളിലും നമുക്ക് ലഭിക്കുക. അത് നാം കഴിച്ച ഉടനെ തന്നെ, സമയം താമസിച്ചത് കൊണ്ട് കഴിച്ച ഉടനെ തന്നെ കിടക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ താമസിച്ചുകൊണ്ട് കിടക്കുന്ന ആളുകൾ ഒഴിവാക്കേണ്ട ഒരു പ്രധാന ശീലത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. നമ്മുടെ നാട്ടിലധികവും സാധാരണക്കാർ പകൽ സമയത്ത് നന്നായിട്ട് അധ്വാനിക്കും. കുടുംബം പോറ്റാനായിട്ട് നന്നായിട്ട് അധ്വാനിച്ച് വൈകുന്നേരം ഒരു 5-5:30 മണിയൊക്കെ ആകുമ്പോൾ അവർ ചെയ്യുന്നത് എന്താ? എനിക്ക് എനർജി കിട്ടാനാണെന്നും പറഞ്ഞുകൊണ്ട് ആൽക്കഹോൾ കഴിക്കും. ചില ആളുകൾ ഒരിച്ചിരി ആൽക്കഹോൾ കഴിച്ചുകൊണ്ട് താമസിച്ച് കിടന്നുറങ്ങും. പകൽ മുഴുവനും അധ്വാനിച്ച് കഠിനാധ്വാനം ചെയ്ത് വൈകുന്നേരം എനർജി കിട്ടാനാണെന്നും പറഞ്ഞുകൊണ്ട് മദ്യം കഴിക്കുന്ന ആളുകൾ താമസിച്ച് കിടന്നുറങ്ങും. ഇതുകൊണ്ട് വരുന്ന ശാരീരിക പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്നറിയാമോ? കിഡ്നിയുടെ ഫങ്ഷൻ, വൃക്കകളുടെ പ്രവർത്തനം തകരാറാവും. അതുപോലെ തന്നെ നമ്മുടെ ലിവറിൻ്റെ ഫങ്ഷൻ, അതുപോലെ തന്നെ നമ്മുടെ വയറിൻ്റെ ഡൈജസ്റ്റീവ് സിസ്റ്റം, ദഹന പ്രക്രിയ, ഇതെല്ലാം തകരാറിലാക്കുന്ന ഒരു ശീലമാണ് വൈകുന്നേര സമയങ്ങളിൽ നാം മദ്യപിക്കുന്നത്. അതുപോലെ തന്നെ രാത്രി കാലങ്ങളിലെ അധിക സമയം മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക. മൊബൈലിൻ്റെ നീല വെളിച്ചം നമ്മുടെ രാത്രി കാലങ്ങളിലെ നിദ്രയെ ഇല്ലാതാക്കുന്നതാണ്. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ഒത്തിരി ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ്. താങ്ക്സ് സോ മച്ച്.